46% വോട്ടിലേക്ക് UDF കയറി. ജനാധിപത്യ ചേരിക്ക് ഇപ്പം 46% വോട്ട് വന്നിരിക്കുന്നു. ഇടതുപക്ഷം 42% താന്നിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? കേരളം ഭരിക്കുന്നത് ഒരു മൈനോറിറ്റി ഗവൺമെന്റാണ്. കേരളം ഭരിക്കുന്നത് ഈ മൈനോറിറ്റി ഗവൺമെന്റ് രാജിവെക്കണം. ഇത് മജോറിറ്റി ഗവൺമെന്റ് അല്ല. ഇത് ജനങ്ങൾ, മജോറിറ്റി ജനങ്ങളുടെ ഗവൺമെന്റ് അല്ല. ഇത് ഈ ഗവൺമെന്റ് രാജിവെക്കേണ്ട സ്ഥിതിവിശേഷമാണ്. അല്ലെങ്കിൽ പോലും സൈദ്ധാന്തികമായി ഇവിടെ അടിത്തറ പോയില്ലേ? ഇവിടെ 70 സംവത്സരക്കാലം പരീക്ഷിച്ചു, 7 പതിറ്റാണ്ടുകൾ പരീക്ഷിച്ചിട്ട് പ്രായോഗികമല്ല എന്ന് കണ്ടുകൊണ്ട് ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞ മാർക്സിസം സോവിയറ്റ് റഷ്യയും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളും, എന്തിന് ചൈന പോലും ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞ ഈ മാർക്സിസം, അതിന്റെ കാലഹരണപ്പെട്ട സിദ്ധാന്തവുമായി കേരളത്തിൽ നടക്കുന്ന മാർക്സിസ്റ്റുകാരെ, നിങ്ങൾക്ക് ഇന്ന് ജനങ്ങൾക്ക് ആവേശം കൊടുക്കാൻ, അണികൾക്ക് ആവേശം കൊടുക്കാൻ ഒരു പ്രത്യയശാസ്ത്രമില്ല. ആ പ്രത്യയശാസ്ത്രത്തിന്റെ അഭാവമാണ് നിങ്ങൾക്ക് വിഭാഗീയത. നിങ്ങളുടെ പാർട്ടിക്കകത്ത്, മന്ത്രിസഭയ്ക്കകത്ത് എല്ലാം ഈ വിഭാഗീയത വളരാൻ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രത്യയശാസ്ത്രം ഉടഞ്ഞു വീണു. നിങ്ങൾക്കിപ്പോൾ ഒരു പ്രത്യയശാസ്ത്രമില്ല എന്നുള്ളതാണ് വാസ്തവത്തിൽ പറഞ്ഞാൽ ഇതിന്റെ അടിസ്ഥാന കാരണം. സ്നേഹിതരെ, ഈ അടുത്ത ദിവസം 4ാമത്തെ വാർഷികം ആഘോഷിച്ചു. എങ്ങനെയാ? 14 കോടിക്കണക്കിന് രൂപയുടെ പരസ്യങ്ങൾ നൽകിക്കൊണ്ട് 4ാമത്തെ വർഷം ആചരിച്ചു. എന്താ പത്രത്തിൽ പറയുന്നത്? സുന്ദരകാലം, ഇതുപോലൊരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. കർഷകർക്ക് കരുത്തു നൽകി. ഞാൻ വായിച്ചു, മൂക്കത്ത് കൈവച്ചു പോയി. കർഷകർക്ക് കരുത്തു നൽകിയ ഭരണം 4 വർഷക്കാലം. പത്രത്തിലേക്ക് അഡ്വർടൈസ്മെന്റാ. കോടിക്കണക്കിന് രൂപ നികുതിദായകന്റെ രൂപ കൊടുത്തുകൊണ്ട് അഡ്വർടൈസ്മെന്റ്. കരുത്തു നൽകിയ ഭരണം. ഇവറ്റകളോട് ഞാൻ ചോദിക്കുക, ഇതുപോലെ ഒരു വൃത്തികെട്ട വഷളായ ഒരു ഭരണം കണ്ടിട്ടുണ്ടോ? കൃഷിക്കാരനെ ദ്രോഹിച്ച ഒരു ഭരണം കണ്ടിട്ടുണ്ടോ? കൃഷിക്കാരനെ ദ്രോഹിക്കുകയല്ലേ ചെയ്തത്? ഇവിടെ ആരാ കൃഷിക്കാരനെ രക്ഷിച്ചത്? കൃഷിക്കാരനെ രക്ഷിച്ചത് കേരള കോൺഗ്രസിന്റെ അധ്വാനവർഗ സിദ്ധാന്തമാണ് എന്ന് ഞാൻ പറയട്ടെ. എന്തായിരുന്നു ഇവരുടെ മുദ്രാവാക്യം? എന്തായിരുന്നു ഇവരുടെ മുദ്രാവാക്യം? കൃഷിക്കാരനെ കായൽ രാജാവ്, കുത്തക മുതലാളി, തോട്ടമുടമ, ഭൂസ്വാമി, കാട്ടുകള്ളന്മാർ, ഇത് വിളിച്ചല്ലേ കൃഷിക്കാരെ പരിഹസിച്ച മാർക്സിസ്റ്റ് പാർട്ടി? ആ കർഷകനെ ആത്മാഭിമാനം നൽകിയത്, അവനെ അധ്വാനവർഗത്തിന്റെ പട്ടികയിലേക്ക് എഴുതി ചേർത്തത് ഞാനും നിങ്ങളും രൂപം കൊടുത്ത കേരള കോൺഗ്രസിന്റെ അധ്വാനവർഗ സിദ്ധാന്തമാണ് എന്ന് ഞാൻ പറയട്ടെ. തളർന്നു വീണ കൃഷിക്കാരനെ അവനെ കൈകൊടുത്ത് എണീപ്പിച്ചത്, അവന് ഊർജ്ജശ്വാസം കൊടുത്തത് കേരള കോൺഗ്രസ് അവതരിപ്പിച്ച 8 ബഡ്ജറ്റുകളാണ് എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുക. മാർക്സ് പാർട്ടിയോട് ഞാൻ ചോദിക്കട്ടെ, എവിടെ പോയി ഇടുക്കി പായ്ക്കായി നടപ്പിലാക്കിയോ? ഇല്ല. എവിടെ പോയി കുട്ടനാട് പായ്ക്കായി നടപ്പിലാക്കിയോ? ഇല്ല. എവിടെ പോയി വിദർഭ പായ്ക്കായി നടപ്പിലാക്കിയോ? ഇല്ല. എന്താ ഇവർ ചെയ്തത്? എത്ര ദ്രോഹമാണ് ഇവർ ചെയ്തത്? കൃഷിക്കാരോട് ചെയ്ത ദ്രോഹം, കൃഷിക്കാരെ ദ്രോഹിച്ച ജനദ്രോഹ ഭരണമല്ലേ ഇവിടെ നിലനിൽക്കുന്നത് എന്ന് ഞാൻ ചോദിക്കുകയാ. സ്നേഹിതരെ, ഞാനിന്റെ വാക്കുകൾ ചുരുക്കുകയാ. അപ്പൊ കൃഷിക്കാരെ പറ്റി ഇവർക്കൊന്നും അവകാശപ്പെടാനില്ല. കൃഷിക്കാരുടെ രക്ഷാകവചം കേരള കോൺഗ്രസ് പാർട്ടിയാ. കൃഷിക്കാർക്ക് കേരള കോൺഗ്രസിന് ചില സ്വപ്നങ്ങളുണ്ട്. കേരള കോൺഗ്രസിന്റെ സ്വപ്നം കൃഷിക്കാർക്ക് മേൽക്കോയ്മയുള്ള, അധ്വാനവർഗത്തിനു മേൽക്കോയ്മയുള്ള ഒരു ഭരണം കേരളത്തിലും ഇന്ത്യയിലും വരണം. ഇതാണ് കേരള കോൺഗ്രസിന്റെ സ്വപ്നം. ആ അധ്വാനവർഗം എന്ന് പറയുന്നത് കർഷകരും കർഷക തൊഴിലാളിയുമാണ്. കർഷകരും കർഷക തൊഴിലാളിയുമാണ്. അത് കേരളത്തിലും ഇന്ത്യയിലും അധികാരത്തിൽ വരണം. ഇന്ന് നമ്മൾ ഡബിൾ ഡിജിറ്റ് ഡെവലപ്മെന്റിനെ പറ്റി പറയാറുണ്ട്. നല്ല കാര്യമാണ്. 8% വരെ നമ്മുടെ സാമ്പത്തിക വളർച്ച വന്നു. ആഗോള സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് താഴോട്ട് പോയി. വീണ്ടും 7%, വീണ്ടും 8-നടുത്ത് വരുന്നു. നമുക്ക് 10-ലേക്ക് അനധിവിദൂരമായ ഭാവിയിൽ നമുക്ക് കടന്നു ചെല്ലാം. നല്ല കാര്യം. മൻമോഹൻ സിംഗിനെ ഞാൻ അഭിനന്ദിക്കുന്നു, കേന്ദ്ര ഗവൺമെന്റിനെ അഭിനന്ദിക്കുന്നു. പക്ഷെ അതേ അവസരത്തിൽ ഒരു കാര്യം വിസ്മരിക്കരുത്,
ഈ സാമ്പത്തിക വളർച്ച ഇന്ത്യയിലെ കോർപ്പറേറ്റ് മേഖലയുടെ